സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചോ. ഇയാൾ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ തക്ബീർ ചൊല്ലി എന്ന് പറഞ്ഞില്ലേ? റസൂലുള്ളാഹിനെ കാണുമ്പോ റസൂലുള്ളാഹി വരുമ്പോഴൊക്കെ അവര് തക്ബീർ ചൊല്ലിയെന്നോ സഹാബത്ത്? ഞാനെന്താ അങ്ങനെ പറയാൻ കാരണം? അള്ളാഹുവിന്റെ റസൂല് വരുമ്പോഴൊക്കെ നിങ്ങൾ തക്ബീർ ചൊല്ലണമെന്നും നബിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് നബി ഒരിക്കലും ആശിച്ചിട്ടില്ല. മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂല് വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നത് റസൂലുള്ളാഹിക്ക് വെറുപ്പായിരുന്നു. റസൂലുള്ളാഹി അതിൽ അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അമുസ്ലിമീങ്ങൾ അവരുടെ രാജാവിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അങ്ങനെ നിന്ന് ബഹുമാനിക്കല്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് വിനയം കാണിച്ചിട്ടുണ്ട്. അത്രത്തോളം വിനയത്തിന്റെ ഉടമയാണ് റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വിനയം നോക്കൂ, റസൂലുള്ളാഹിയുടെ വിനയം നോക്കൂ. റസൂൽ എന്ന ഈ ലോകം കണ്ട ഏറ്റവും വലിയ മുത്തുമാണിക്കക്കല്ല് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹി അങ്ങ് കയറി വരുമ്പോ എഴുന്നേൽക്കുന്നത് റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരു മജ്ലിസിലിരിക്കുന്ന നേരത്ത് ഏതാണ് റസൂലെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ ഒരു ജാടയും കാണിക്കാത്ത മുത്തുമാണിക്കക്കല്ല് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിനെ കാണാനും സംസാരിക്കാനും വേണ്ടി വിദേശ രാജ്യത്ത് നിന്ന് ആളുകൾ വരുമ്പോ മുഹമ്മദ് റസൂലുള്ളാഹിനെ ഒന്ന് കാണണം, അവിടുത്തോട് രണ്ട് വാക്ക് സംസാരിക്കണം, അവിടുത്തിൽ നിന്നൊന്ന് ദീന് പഠിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ അരികിൽ വിദേശ പ്രതിനിധികൾ വരുമ്പോ റസൂലുള്ളാഹിയും സഹാബത്തും ഒരുമിച്ചിരിക്കുന്ന മജ്ലിസിൽ വെച്ച് ആരംഭ റസൂല് ആരാണെന്ന് തിരിച്ചറിയാൻ പോലും വന്ന വിദേശ പ്രതിനിധിക്ക് സാധിക്കാതായതുകൊണ്ട്, കാരണം അവിടെ വേഷത്തിൽ ജാടയില്ല, ഇരിപ്പിൽ ജാടയില്ല, ആളുകളുടെ മുമ്പിൽ ജാടയുടെ കാട്ടിക്കൂട്ടലുകളില്ല. മുഹമ്മദ് റസൂലുള്ളാഹ് അവരിൽ ഒരുവനായി വിനയത്തോടുകൂടി ആ സദസ്സിലിരിക്കുന്നത് കൊണ്ട് ഏതാണ് മുഹമ്മദ് എന്ന് വരുന്ന വ്യക്തികൾ ചോദിച്ച് മനസ്സിലാക്കാറായിരുന്നു പതിവ്. മൻമിൻകും മുഹമ്മദ്, മൻമിൻകും മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ മുഹമ്മദ് ജനങ്ങളെ എന്ന് സ്വഹാബത്തിരിക്കുന്ന മജ്ലിസിൽ എന്നുകൊണ്ട് വിദേശത്ത് നിന്ന് വരുന്ന പ്രതിനിധികൾ ചോദിക്കാൻ മാത്രം വിനയത്തോടെ മുഹമ്മദ് റസൂലുള്ളാഹി ജാടയുടെ ആളല്ല, നിങ്ങൾ ജാടയാണ് കാണിക്കാറുള്ളത്. എണ്ണിയോക്കിയോ? എത്ര? 46 വിട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ 46. ഈ 46 പ്രാവശ്യം ഒരൊറ്റ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു സലാത്ത് ചൊല്ലിപ്പോയില്ല. എന്തേ? സുന്നി മുസ്ലിയാമാരെ വയൽ വീട്ട് ആളുകൾ നന്നാകുന്നത് കാണുമ്പോ വയലിന്റെ കോലത്തിൽ നീട്ടിമണിച്ചിട്ട് പറയാ. പക്ഷേ ഉള്ളിന്റെ ഉള്ളിലുണ്ടെങ്കിലല്ലേ സലാത്ത് നാവുമ്പലിങ്ങി വരുള്ളൂ. സലാത്ത് വരുന്നില്ല നാവുമ്പലി, അങ്ങനെ പറയാ. എന്നിട്ട് ഈ ശബ്ദം കേൾപ്പിച്ച് സാധാരണക്കാരായ സുന്നികളെ വഴിപിഴപ്പിക്കുകയാണ് മൗലവി. എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇങ്ങനെ സലാത്ത് ചൊല്ലാത്ത മനുഷ്യരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞതെന്ന് മൗലവി പറയുന്നു. മൗലവിന്റെ ആവുകൊണ്ട് എന്നെ പറയിപ്പിക്കാം. എന്റെ പേരൊരു മജ്ലിസിൽ പറയുന്നത് കേട്ടിട്ട് എന്റെ പേരിൽ സലാത്ത് ചൊല്ലാത്തവൻ ബഖീൽ തന്നെ, ബഖീൽ തന്നെ, വിശുക്കനാണെന്നുള്ള റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. സലാത്ത് ചൊല്ലാത്തവൻ അവൻ തുലയട്ടെ എന്നാർത്ഥം വരുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? അവൻ തുലയട്ടെ, അവൻ തുലയട്ടെ, അവൻ തുലയട്ടെ, അവൻ തുലയട്ടെ. ഇത് അത് അയാൾ എന്നെ പറഞ്ഞാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞിട്ട് സലാത്തില്ലാത്തവൻ ബഖീലാണ്, അവൻ തൊലയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. തൊലയുന്നതായി കാണുന്നത്. ഇനി സഹോദരന്മാരെ, ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുന്നു. സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാവ് കൊണ്ട് ചൊല്ലിയത് മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്ന മൗലവിയുടെ വാദമുണ്ടല്ലോ. ലോകത്തിന്റെ വരെ ഒരു പണ്ഡിതൻ പറയാത്ത വാദം. ഞാനതാ ഡസൻ കണക്കിന് കിതാബുകൾ കരുനാഗപ്പള്ളിയിലെ പ്രസംഗത്തിന് ഞാൻ കാണിച്ചിട്ടുണ്ട്. CD-യിൽ നിങ്ങൾക്ക് കാണാം. ഇവരുടെ ഓരോ മൗലവിമാരും ചൊല്ലിയ സ്വലാത്ത് ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. ഒരൊറ്റ സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് കൽപ്പിക്കുന്നത് മൗലവിയുടേതല്ല, ബർക്കത്തിന് വേണ്ടി കൽപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാവ് കൊണ്ട് ചൊല്ലി പഠിപ്പിച്ച 7 സ്വലാത്ത് മാത്രമേ പാടുള്ളൂ എന്നല്ലേ മൗലവി പറഞ്ഞത്.
എന്നാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എത്ര വലിയ പണ്ഡിതനാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ ഇൽമ, ലോകമൊട്ടാകെ ഇൽമു നടക്കുന്ന പണ്ഡിതനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി പറഞ്ഞ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സ്വലാത്ത് അർത്ഥമൊന്നും ഞാൻ പറയുന്നില്ല, അതേ ബറക്കത്തിന് വേണ്ടി മാത്രം ചൊല്ലിക്കേൾപ്പിക്കുകയാണ്. നാരിയത്ത് സ്വലാത്തിലുള്ള മുഴുവൻ വാചകങ്ങളും അതുപോലുള്ള സ്വലാത്തുള്ള മുഴുവൻ വാചകങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സ്വലാത്തല്ലേ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കിതാബ് റിസാലയുടെ തുടക്കത്തിൽ ചൊല്ലിയത്. ഞാനതൊന്ന് വായിച്ചു മാത്രം ബറക്കത്തിന് കേൾപ്പിക്കുന്നു. ഫസല്ലല്ലാഹു അലാ നബിയിനാ കുല്ലമാ ദക്കറഹു الذاكرون وغفل عن ذكره الغافلون وصلى عليه في الأولين والآخرين أفضل وأكثر وأزكى ما صلى على أحد من خلقه وزكانا وإياكم بالصلاة عليه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള സ്വലാത്ത് കൊണ്ട് നിങ്ങളെയും നമ്മളെയും അല്ലാഹു തആല ശുദ്ധീകരിക്കട്ടെ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സ്വലാത്തിലുള്ള ഒരു വാചകമാണ്, അതിന്റെ അർത്ഥം മാത്രം ഞാൻ പറഞ്ഞതാണ്. അഫ്ളല മാ സക്ക അഹദൻ മിൻ ഉമ്മത്തിഹി ബിസലാത്തിഹി അലൈഹി വസലാമു അലൈഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു വജസല്ലാഹു അന്നാ അഫ്ളല മാ ജസാ മുർസലൻ അമ്മൻ ഉർസില ഇലൈഹി ഫഇന്നഹു അൻഖദനാ ബിഹി മിനൽ ഹലക വജഅലനാ ഫീ ഖൈരി ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി ദാഇനീന ബിദീനിഹി الذي ارتضى واصطفى به ملائكته ومن أنعم عليه من خلقه. സലാത്ത് തീർന്നില്ല. ഇമാം ഷാഫിഈ പറഞ്ഞ സലാത്ത് നീണ്ടു പോവാണ്. ഇനി പറയുന്ന വാചകത്തിന് ഞാൻ അർത്ഥം പറയാം, കേട്ടോളൂ. ഫലം തുംസിബിനാ നിഅമത്തുൻ വഹറത് വലാ ബതനത് നിൽനാ ബിഹാ ഹള്ളം ഫീ ദീനിൻ വദുനിയാ ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വമുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി സബബുഹാ. സലാത്ത് ഇങ്ങനെ ചൊല്ലുമ്പോ അല്ലദീ തൻഹല്ലു ബിഹിൽ ഖദു വതൻഫരിദു ബിഹിൽ ഖുറബു എന്ന് ഇമാം തഅസീർ റളിയല്ലാഹു അൻഹു അരീത്ത് സലാത്തുൽ മദ്ഹ് പറഞ്ഞില്ലേ, അതിനേക്കാളൊക്കെ വലിയ നിലയ്ക്ക് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സലാത്തിനടുത്ത് പറയാണ്. എന്താ പറഞ്ഞത്? ഇതാ എല്ലാവരെയും നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മധ്യവർത്തിയായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ് മലക്കുകളെ അല്ലാഹു തെരഞ്ഞെടുത്തത്. അല്ലാഹു അനുഗ്രഹിച്ച മുഴുവൻ ആളെയും തെരഞ്ഞെടുത്തതിന്റെ കാരണക്കാരൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇത് പറഞ്ഞിട്ട് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറയാണ്, ഫലം തുംസിബിനാ നിഅമത്തുൻ ലഹറതു വലാ ബതനത്, പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ഒരൊറ്റ അനുഗ്രഹവും നമുക്ക് വന്നിട്ടില്ല. നിൽനാ ബിഹാ ഹല്ലൻ ഫീ ദീനിൻ വദുനിയാ, ദീനിലോ ദുനിയാവിലോ അത് മുഖേന എന്ത് കാര്യം നമുക്ക് എന്ത് ഉദ്ദേശം കിട്ടിയിട്ടുണ്ടോ, എന്ത് കാര്യം ലഭിച്ചിട്ടുണ്ടോ, ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ. ഇനി ദുനിയാവിലും ദീനിലും എന്ത് മുസീബത്ത്, എന്ത് വെറുക്കപ്പെട്ടത് തടുക്കപ്പെട്ടു പോയോ, എന്ത് വെറുക്കപ്പെട്ടത് ദുനിയാവിലോ ആഖിറത്തിലോ ദീനിലോ എന്ത് അതാ വെറുക്കപ്പെട്ടത് തടുത്തുപോയോ, മുസീബത്ത് നീങ്ങിപ്പോയോ, എന്ത് ഗുണം നമുക്ക് ലഭിച്ചോ, ഇല്ലാ വ മുഹമ്മദുൻ